അവരെന്നെ നേരത്തെ വന്നോ? ഇന്ന് കൊറേ ഫുഡ് ഡെലിവറി ഉണ്ടായിരുന്നു. 6 മണിയായപ്പോഴേക്കും ഞാൻ ടയേർഡായി. പിന്നെ എവിടെയും പോയില്ല, നേരെ റൂമിലേക്ക് വന്നു. അല്ല, ജെന്നിഫർ എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. നീ വേഗം കുളിച്ചിട്ട് വാ, എന്നിട്ട് പോയി കഴിക്കാം. നല്ല വിശപ്പ്. ആ, പുതിയ ഫോൺ വാങ്ങിയോ? അതൊക്കെ എന്തിനു നീ അന്വേഷിക്കുന്നേ? അതവളുടെ പേഴ്സണൽ കാര്യമല്ലേ. ഗന്ധർവൻ വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. ഗന്ധർവനൊന്നും അല്ല, ഇതെനിക്ക് കൈലാഷ് സാർ വാങ്ങിത്തന്നതാ. കൈലാഷ് സാറോ? കൈലാഷ് സാർ നിനക്ക് മൊബൈൽ ഫോൺ വാങ്ങിത്തന്നോ? അന്ന് വാച്ച്, ഇന്ന് ഫോൺ, അതും വില കൂടിയ സ്മാർട്ട് ഫോൺ. കൈലാഷ് സാർ എന്തിനാ നിനക്ക് ഫോൺ വാങ്ങി തന്നെ? ഇന്നലെ വഴിപാട് കഴിപ്പിക്കാൻ ഞാനൊരു അമ്പലത്തിൽ പോയിരുന്നു. കൈലാഷ് സാർ പറഞ്ഞിട്ടാ പോയത്. പക്ഷെ കൊറേ വൈകിട്ടാ കൈലാഷ് സാർ അവിടെ എത്തിയത്. എന്നെ അവിടെ കാണാതായപ്പോ കൈലാഷ് സാർ എന്റെ ഫോണിലേക്ക് കൊറേ വിളിച്ചു, കിട്ടിയില്ല. എന്റെ ഫോണിന്റെ തകരാറായിരിക്കുന്ന പറഞ്ഞ ഈ ഫോൺ വാങ്ങിത്തന്നത്. ഇത്രയും വലിയ ഫോൺ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ കൈലാഷ് സാർ കേൾക്കണ്ടേ. കൈലാഷ് സാർ തരുമ്പോ വേണ്ടെന്ന് പറയാൻ പാടില്ല അത്രേ. ഇതെനിക്ക് ഉപയോഗിക്കാൻ പോലും അറിയില്ല. ആയിഷ, ഇത് ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിച്ചു തരോ? ഇങ്ങതാ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ ഇരിക്ക, ഞാൻ എല്ലാം പറഞ്ഞുതരാം. കൊറേ ജോലിയുണ്ട്, മാറ്. ജോലി എനിക്കുണ്ട്, പക്ഷെ ഇതുപോലൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടിയെന്ന് വരില്ല പാർവതി. ആ സൗന്ദര്യയുടെ 3-4 പിരി ഇളകി കിടക്കുക. നമ്മൾ എവിടെയുണ്ടോ അവിടേക്ക് അവളെ ചാടി വീഴും. അവക്ക് ഓർമ്മക്കുറവ് മാത്രമല്ല, ബുദ്ധിക്കുറവും ഉണ്ട്. അതുകൊണ്ടല്ലേ എപ്പോഴും നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി വരുന്നത്. എന്നെ കണ്ടില്ലെങ്കിൽ കരുണാരൻ സാർ അന്വേഷിച്ചു വരും. വരട്ടെ, അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ രണ്ടുപേരെയും ജോലി ഇന്ന് പിരിച്ചുവിടാൻ കഴിയും, അല്ലാതെ നമ്മുടെ തലവെട്ടിക്കളയാനൊന്നും കഴിയില്ലല്ലോ. ഈ ജോലി പോയാലും നീ പട്ടിണി കിടക്കേണ്ടി വരില്ല പാറു. പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, നിനക്ക് ഒരു കുറവും വരില്ല. എന്റെ പെണ്ണാ നീ, ഈ നന്ദന്റെ പെണ്ണ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? സൗന്ദര്യയെക്കുറിച്ച്. പാർവതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവൾക്ക് എന്നോട് ഞാൻ നിന്റേതാണെന്ന് പറഞ്ഞ അവക്കത് മനസ്സിലാവും പാറു. എനിക്കത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടോ മടിയായതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞ അവൾ എന്റെ പുറകെ വരുന്നത് അവസാനിപ്പിക്കുകയൊന്നുമില്ല. പക്ഷേ നീ പറഞ്ഞ അവൾ പിന്നെ വരില്ല. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? കൂട്ടുകാർ സ്നേഹിക്കുന്ന ആളുടെ പുറകെ പോകുന്നത്
ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ അവക്കുണ്ട്. നന്ദൻ നിന്റേതാണെന്ന് പറയണം. പറയില്ലേ പാറു? പാറു എന്റേതാണ്. പാറുവിന്റെ നേരെ ആരെങ്കിലും അനാവശ്യമായിട്ട് നോക്കിയാൽ പോലും എനിക്കത് സഹിക്കാൻ കഴിയില്ല. പാറുവിനും അതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം. സൗന്ദര്യം എന്നോട് അടുപ്പം കാണിക്കുന്നതൊന്നും പാറുവിനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ കൂട്ടുകാരിയല്ലേ, എന്റെ പേരും പറഞ്ഞ് വഴക്കിടുന്നത് മര്യാദയല്ലല്ലോ എന്നോർത്ത് പാറു ക്ഷമിക്കുന്നതാ. ശരിയല്ലേ? ഇനി ഞാൻ പൊയ്ക്കോട്ടെ. എന്നെ കാണാത്തോണ്ട് കരുണാരൻ സാർ അവിടെ ബഹളുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് പാറു മറന്നുപോയ. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടില്ല. ഞാൻ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ പാറുവിനോട് പറഞ്ഞു. പാറുവിനോടുള്ള എന്റെ പ്രണയം, പാറുവിനെ നേരെ കാണുമ്പോ ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷം, പാറുവിനെ കുറച്ച് സമയം കണ്ടില്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ. പക്ഷേ പാറു ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നന്ദനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പാറു പറയുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാവുക. പറയൂ പാറു, ഐ ലവ് യു നന്ദാന്ന് പറയേ. പ്രണയം മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല പാറു, അത് പ്രകടിപ്പിക്കാനുള്ളതാ. പറയുന്നവരെക്കാൾ സന്തോഷം അത് കേൾക്കുന്നവർക്കാ. എനിക്ക് ആ സന്തോഷം അനുഭവിക്കണമെന്നുണ്ട്. എന്റെ മുഖത്ത് നോക്കി നന്ദ ഐ ലവ് യു എന്നൊന്ന് പറയൂ പാറു. പ്ലീസ് പാറു, ഐ ലവ് യു എന്നൊന്ന് പറയേ. പ്ലീസ് ഒരു പ്രാവശ്യമെങ്കിലും പറയേ. നന്ദനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹത്തോടെ ഒന്ന് പറയേ. എനിക്ക് നന്ദനെ ഒരുപാട് ഇഷ്ട, ഒരുപാട് ഒരുപാട് ഇഷ്ട. ഒരുപാട് ഒരുപാട് ഇഷ്ട. എന്റെ മനസ്സ് നിറയെ നന്ദനോടുള്ള ഇഷ്ട. ഐ ലവ് യു നന്ദ. അല്ല പ്രിയൻ എന്താ ഇവിടെ? നിനക്കിവിടെ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, ഞാൻ ഓരോന്ന് ആലോചിച്ചിട്ട്. ഓ, നീ പാർവതിക്ക് കാവൽ നിന്നല്ലേ? ഈ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, പ്രിയന്റെ കാവൽ അവൾക്ക് വേണ്ട. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട്. അവളെ ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.